എന്ന് മനസ്സിലാകും. അവന്റെ അള്ളാഹു ജലാലത്താണ്, മറ്റവന്റെ അള്ളാഹു ഇസ്മുൽ അഅ്ളമാണ്. എന്റെ അള്ളാഹു എന്റെ സൃഷ്ടാവാണ്. എന്റെ അള്ളാഹു എന്റെ സൃഷ്ടാവാണ്. ഓന്റെ അള്ളാഹു അത് ജലാലിയത്തിൻ്റെതാണ്. അതിനപ്പുറത്തേക്ക് ഒരു ഔന്നത്യവുമില്ല അല്ലാഹ്. അതുകൊണ്ട് ഓൻ ഈ പ്രപഞ്ചത്തെയും ഒതുക്കും, സാഹചര്യത്തെ അനുകൂലമാക്കും, ശത്രുവിനെ നിഷ്പ്രഭമാക്കും, ഭരണകൂടത്തെ താഴെയിറക്കും, ചിലപ്പോൾ പാവപ്പെട്ടവനെ ഉയർത്തിക്കൊണ്ടുവരും. ഓന്റെ കയ്യിൽ ഉപയോഗിക്കാനുള്ള ഒരു വലിയ ആയുധത്തിന്റെ സന്നിവേശമാണ് അല്ലാഹ്. കുറച്ചുകൂടി അപ്പുറത്ത് ഇസ്മുൽ അഅ്ളമിൽ അല്ലാഹു ഉണ്ട്. ആ അല്ലാഹു മതിയവൻ ഈ പ്രപഞ്ചത്തെ തന്നെ അതിജയിക്കാൻ. മറ്റത് കാര്യകാരണ സഹിതം അക്കരക്ക് പോകാൻ, പുഴ കടക്കാൻ അക്കരുണ്ടാകണം, പുഴ ഉണ്ടാകണം, പോകാനാകണം, ഇത്രയൊക്കെ നടന്നാൽ മതി. ഈ പുഴന്നെ വേണ്ട എന്ന് വെക്കാൻ, അത്ഭുതങ്ങളെ തന്നെ സൃഷ്ടിക്കാൻ, അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കാൻ പോകുമ്പോ പുഴ തടസ്സമോ? ജിബ്രാൾട്ടർ കടലിടുക്ക്. താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു, മഹാനായ സഫീന റളിയല്ലാഹു അൻഹ ആഫ്രിക്കയിലേക്ക് പ്രബോധനത്തിന്. അപ്പോൾ മുമ്പിലേക്ക് ഒരു പുലി. സഫീന റളിയല്ലാഹു അൻഹ പുലിയോടാ ചോദിച്ചത്, ഇത്തഖില്ലാ, ശ്രദ്ധിച്ചോ, അന റസൂലുല്ലാഹ്